കേരളത്തിലെ പ്രളയമുണ്ടാവുന്ന സമയത്ത് പ്രത്യേകിച്ച് പലയിടത്തും ന്യൂനമർദ്ദവും അതേപോലെ തന്നെ മൺസൂൺ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് ഈ മുല്ലപ്പെരിയാർ ഡാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുമ്പിൽ വളരെ ദീർഘനാൾ നിലനിന്ന ഒരു സമരമുണ്ടായിരുന്നു. ഒരു പ്രൊഫസർ റോയ് എന്നൊക്കെ പറഞ്ഞ ഒരാൾ, ഇതിപ്പം പൊട്ടും, ഇത്ര വർഷത്തെ പഴക്കമുണ്ട്, ഇതിന് ഗ്യാരണ്ടി ഇല്ല, ഇതൊക്കെ ഈ പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ അടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്, കേരളത്തെക്കാളും വലിയ സ്റ്റേറ്റാണ്, ജനസംഖ്യ കൂടുതലാണ്, അതായത് പഴയ മദ്രാസ് പ്രസിഡൻസി അതിൻ്റെ ഭാഗമായിരുന്നു കേരളം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സമയത്താണ് അതിന് ശേഷം കേരളം രൂപീകരിക്കുന്നു. അപ്പം അതിനു മുമ്പുണ്ടാക്കിയ കരാറാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിൽ തർക്കങ്ങളുണ്ടായി. സുപ്രീം കോർട്ട് വളരെ നല്ല ക്ലാരിറ്റിയോടൊരു കാര്യം പറഞ്ഞു, ഈ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെയാണ്. അതായത് ഫ്രീഡത്തിന് മുമ്പ് തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസിയിലുണ്ടായ ഡാമാണ്, ഇത് തമിഴ്നാടിൻ്റേതാണ്, ആ ഡാമും ആ സ്ഥലവും. അത് വളരെ ക്ലാരിറ്റിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പൊളിറ്റീഷ്യൻസ്, നമ്മളെ കേരളം ഭരിക്കുന്നവർ, ഇത്രയും നാളായിട്ടും ഇത്രമാത്രം പ്രശ്നമുണ്ടായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് BJPയും മോദിയും കേന്ദ്രം ഇടപെട്ടിയായൊരു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. ഇന്ത്യയിലെ സുപ്രീം കോർട്ട് ഒരു കാര്യം പറഞ്ഞു, അതൊന്നുമല്ല. ചില സുപ്രീം കോർട്ട് ഇപ്പം കേരളത്തിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞാലും നടപ്പാക്കാൻ പറ്റത്തില്ല. ഇതിന് വേണ്ടത് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് ഈ രണ്ട് സ്റ്റേറ്റുമായിട്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, ഞാൻ വൈൽഡായിട്ടങ്ങ് പറയുകയാണ്, അതായത് ഈ ഡാം ഇനി അങ്ങ് അടയ്ക്കുകയും ഞങ്ങൾ ഇനി കൊടുക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത് തമിഴ്നാട് വെറുതെ വിടുമെന്ന്? ആദ്യം മനസ്സിലാക്കുക, കേരളം എന്ന് പറയുന്ന കോണകം പോലെ ഇങ്ങനെ കിടക്കുന്ന ഏറ്റവും വലിയ ബോർഡറുള്ള ഒരു സ്റ്റേറ്റാണ് തമിഴ്നാടിൻ്റെ. ഏകദേശം 1.5 കോടിയോളം മലയാളി ഒറിജിൻസ് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, കൃഷിക്കാരുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, അവിടെ ജനിച്ച് വളർന്നവരുണ്ട്. നമ്മുടെ ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യലായിട്ടുള്ള അഗ്രികൾച്ചർ സാധനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ആദ്യം മനസ്സിലാക്കുക, തമിഴ്നാട് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്. അപ്പം ഈ മൾട്ടിപ്പിൾ സംഭവങ്ങൾ വെച്ചുകൊണ്ട് കേരളം ഇവിടെ പ്രക്ഷോഭം നടത്തി, മുല്ലപ്പെരിയാർ ഡാമിനെതിരെ പ്രക്ഷോഭം നടത്തി. ഇത് തമിഴ്നാട്ടിൽ ഇതിൻ്റെ പ്രതികരണം ഭയങ്കര രൂക്ഷമായിരിക്കും. രൂക്ഷമെന്ന് പറഞ്ഞാൽ പിന്നെ മലയാളിക്ക് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂ? അവിടെയുള്ള മലയാളികളെ അവർ കടത്തി പൊറുപ്പിക്കൂ? ഇതൊക്കെയാണ് അതാണ് ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ. ഈ സമരങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതും പ്രതിഷേധം കൊണ്ട് ചെയ്യേണ്ട സൊല്യൂഷനല്ല ഇത്. കോടതിയിൽ കൂടെയും വരേണ്ട സൊല്യൂഷനല്ല ഇത്. കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട മോദി ഗവൺമെൻറ്റിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? ആ തീരുമാനം അവിടെ നടപ്പിലാക്കാൻ പറ്റൂ? മനസ്സിലാക്കുക, കേരളമായിട്ട് മാത്രമല്ല ഇതേപോലെയുള്ള ഡാമിൻ്റെയും വാട്ടറിൻ്റെയും ഇഷ്യൂ ഉള്ളത്. കാവേരി ഇഷ്യൂ ഇല്ലേ? അതേപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ, രാജസ്ഥാനും പഞ്ചാബും ഹരിയാനയുമായിട്ട് ഇഷ്യൂ ഇല്ലേ? ഉണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഇഷ്യൂ, അമേരിക്കൻ ഇഷ്യൂ ഇല്ല. കൂബർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട ആരിസോണ സ്റ്റേറ്റും കാലിഫോർണിയ സ്റ്റേറ്റും നെവേഡ സ്റ്റേറ്റും അവരുമായി പ്രശ്നമില്ല, ഉണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ അതിനൊരു പെർമനൻ്റ് സൊല്യൂഷനും ഉണ്ടാകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതേപോലെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇതിന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാവത്തില്ല ഒരിക്കലും. അതുകൊണ്ടാണ് അയോധ്യ ബാബറി മസ്ജിദ് ഏകദേശം 100 വർഷം എത്ര പേരെ കൊല്ലപ്പെട്ടു. അവസാനം അതിനകത്തൊരു കോടതി വിധിയൊക്കെ വന്ന് സംഭവം അതങ്ങ് മാറിപ്പോയി. ഇപ്പം എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള ബോർഡർ ഇഷ്യൂസിനും ഇതേപോലെയുള്ള ഡാമിൻ്റെയും സംഭവങ്ങളും ഒരു സെറ്റിൽമെൻ്റ് എന്താ ഉണ്ടാകത്തിൻ്റെ കാര്യം? ആദ്യം ഒരു കാര്യം പറയാം. ഇന്ത്യയിലെ ചാനലുകളും മീഡിയയൊക്കെ പറയുന്നു ആ റിവറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലോട്ട്
ഇന്ത്യ വെള്ളം കൊടുക്കുന്നത്. ചുമ്മാ പറയുക, ഇത് ചുമ്മാ അത് ഇവിടെയുള്ള അന്ധഭക്തന്മാരെ ഈ BJPയുടെ RSS സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത്? വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് നോക്ക്. ഇവിടുത്തെ മൊണ്ണകളായ മന്ത്രിമാർ ഇമാരെ സൂചിപ്പിക്കാൻ പറയുന്നതാ അപ്പേൻസ്, അതായത് ഡേറ്റ കൊടുക്കില്ല. ഡേറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വെള്ളം തുറന്നു വിടുന്നത്, വെള്ളത്തിൻ്റെ ആ ടാങ്ക് അണക്കെട്ടിൽ ആ വെള്ളം എത്രയാണ്, അതിൻ്റെ ഡേറ്റ അത് കൊടുക്കില്ല. എന്നിട്ട് നമ്മൾ കൊടുക്കാതിരുന്നോ? നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണലി ഐസൊലേറ്റഡ് ആയിപ്പോവും. ഇന്ത്യയെ തടഞ്ഞ് വെള്ളം കൊടുക്കുന്നില്ല വിചാരിച്ചു. ഇവിടെ പ്രളയം വന്നു കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം കൂടി പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹി വരെ കയറും. ഇതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ ഇതാണ് ഈ ആൾക്കാരെ പൊട്ട് കളിപ്പിക്കുന്നവരാണ് ഈ രാഷ്ട്രീയക്കാർ. അത് നടക്കുന്ന കാര്യമല്ല. വെള്ളം കൊടുക്കാതിരിക്കുക, അതേപോലെ ഡാറ്റ കൊടുക്കാതിരിക്കുക, നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ കബളിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ തിരിച്ച് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ നടക്കേണ്ട ആദ്യത്തെ കേരള തമിഴ്നാട് ടോക്സ് എന്ന് പറയുന്നത്, അതായത് ബാക്ക് ഡോർ ടോക്സ് നടക്കണം. ഫ്രണ്ടായിട്ടുള്ള ടോക്സ് അല്ല, മുമ്പിലുള്ള ടേബിൾ ടോക്സിനേക്കാളും ഇതൊരു ബാക്ക് ഡോർ ടോക്സ്, പുറകിൽ കൂടെ ഉള്ള സംവാദങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അതിനൊരു റീസൺ ഞാൻ പറയാം. തമിഴ്നാട്ടിലൂടെ നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഈ അണക്കെട്ടിൽ നിന്ന് പോകുന്നത് തമിഴ്നാട്ടിൻ്റെ ആണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് മുല്ലപ്പെരിയാർ മാത്രമൊന്നുമല്ല, ശിരുവാണി പാലക്കാട് അത് കൊടുക്കുന്നുണ്ട്. വേറൊരെണ്ണമുണ്ട്, വേറൊരു സംഭവമുണ്ട്, ഈ ആതിരപ്പള്ളിയോടെ ബന്ധപ്പെട്ട് മേപ്പോട്ട് കയറുമ്പോൾ അവിടുന്നും ഈ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ വൈൽഡ് ലൈഫാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കൃത്യമായൊരു പോയിൻ്റുണ്ട്. ഷാർപ്പായിട്ട് തമിഴ്നാടിനെ മനസ്സിലാക്കുക. തമിഴ്നാട് ഒരു ഡ്രൈ സ്റ്റേറ്റാണ്. അവിടെ ഈ വെള്ളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ല. പ്രൈമറി യൂസ് എന്ന് പറയുന്നത് കുടിവെള്ളമാണ് ഈ സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അഗ്രികൾച്ചറിന് അത് ഉപയോഗിക്കുന്നു. ഇതാണ് അതിൻ്റെ ആദ്യത്തേത് മനസ്സിലാക്കേണ്ടത്. ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് 4ഓളം ഡിസ്ട്രിക്റ്റിന് അവിടെ ഫാമിംഗ് നടക്കുന്നതും കുടിവെള്ളം എന്ന് പറയുന്നതും ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് പോകണം. ഇത് വളരെ കൃത്യമാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുക, എന്തുവാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡോർ ടോക്സ്? ഇതാണ് യഥാർത്ഥത്തിലും മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും? ആദ്യം മനസ്സിലാക്കുക, തമിഴ്നാടിന് വെള്ളം ആവശ്യമുണ്ട്, പ്രൈമറി. കാരണം ഈ വെള്ളം എന്ന് പറയുന്ന ഡീസാലിനേഷൻ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. ഡീസാലിനേഷൻ വെള്ളം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം കേരളത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ ഡാമുകളുമുണ്ട്. അപ്പം കേരളത്തിലെ ഈ ഡാമുകൾ മുല്ലപ്പെരിയാറിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇഷ്യൂ പറയുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ ഡാം അതാണ് ബാക്ക് ഡോർ ടോക്ക് എന്ന് പറയുന്നത്. ഈ തമിഴ്നാടും ആവശ്യപ്പെടുന്നത് അതാണ്. പക്ഷെ അവർ ഫ്രണ്ടായിട്ട് അവർക്കത് മുമ്പിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. അവരും പറയുന്ന ഡിമാൻഡാണ്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന് വേണ്ടി ഈ കേസുകളിൽ അപ്പിയർ ചെയ്ത ചില സീനിയർ ലോയേഴ്സിനെയും ഡൽഹിയിലുള്ള ചില സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസിനെയൊക്കെ കണ്ടു. അവർ പറഞ്ഞ് ഇത് ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാവുന്ന ഇഷ്യൂ ആണ്. അതായത് കേരളത്തിലെ പല ഡാമുകളും ഇടയ്ക്ക് തുറന്നു വിടാറുണ്ട്, ഇൻക്ലൂഡിങ് ഇടുക്കി ഡാം. ഇതിനകത്തെയൊക്കെ മണ്ണെടുത്ത് ദൂരെ എടുത്ത് കളയണം ആദ്യം. ഇതിൻ്റെ വോളിയം അങ്ങ് കൂട്ടണം, ഇൻക്ലൂഡിങ് മുല്ലപ്പെരിയാർ. അതേപോലെ തന്നെ കല്ലട, അതായത് തെമ്മല ഡാം. അതേപോലെ തന്നെ മലമ്പുഴ. അതായത് ഇതിനകത്ത് സഫിഷ്യൻ്റായിട്ട് വെള്ളം വരുവാണെങ്കിൽ നമുക്കിത് ഈ ഇടുക്കിയും ഈ പറയുന്ന കല്ലടയും സംഭവങ്ങൾ തമിഴ്നാടിന് കൊടുക്കുകയും അവരതിന് പണം തരാൻ തയ്യാറാണ്. അവിടുന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു, അതിനും പണം തരാൻ തയ്യാറാണ്. അത് കേരളത്തിന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഒരു പണം തന്ന് തമിഴ്നാടും വാങ്ങിക്കോളും. ഇതിൻ്റെ മുഴുവനും എക്സ്പെൻസ് തമിഴ്നാട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതാണ് ബാക്ക് ഡോർ ടോക്സിൽ കൂടാണ് ആദ്യം ഇത് പോകേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന് പൊട്ടൻഷ്യലായിട്ട് വെള്ളവും വേസ്റ്റ് ആവുന്നില്ല,
ഈ സാധനങ്ങൾ തമിഴ്നാടും വെള്ളവുമാണെങ്കിലും കറണ്ടും ബൈ ചെയ്യുവാണെങ്കിൽ അത് വലിയൊരു സാമ്പത്തികമാണ് കേരളത്തിനുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ തമിഴ്നാട് എന്താ തിരിച്ച് ഓഫർ ചെയ്യുന്നത്? അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് മലയാളികളായ കർഷകർക്ക്, അതായത് മലയാളികൾക്ക് തമിഴ്നാട്ടിലോട്ട് അവർക്ക് സ്ഥലം മേടിക്കാൻ പോവുകയാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ ടോക്സാണ് ഞാൻ ഈ പറയുന്നത്, ആദ്യകാലത്ത് സംഭവം പറഞ്ഞിരുന്നു. മലയാളികൾക്ക് അവിടെ കൃഷിസ്ഥലം മേടിക്കാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. കാരണം ഈ വെള്ളവും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തരുന്നതിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല, അവിടെ സ്ഥലം മേടിക്കാം. ഇതാണ് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എന്ന് പറയുന്നത്. അതായത് തമിഴ്നാടിനെ ജ്യേഷ്ഠനായിട്ട് കരുതുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ടോപ്പോഗ്രഫിക്കലും ഡെമോഗ്രഫിക്കലും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊരു പോയിന്റ് ഉണ്ട്. തമിഴ്നാടിന് സഫിഷ്യൻ്റായിട്ട് വെള്ളം കിട്ടുവാണെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ, അതായത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടുണ്ടാക്കുന്ന അഗ്രികൾച്ചർ അത് തമിഴ്നാട് ഒറ്റയ്ക്ക് ഉണ്ടാക്കും, ആ സ്റ്റേറ്റ്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. വലിയ, കാരണം ഫർട്ടൈൽഡ് ലാൻഡാണ്, ഡ്രൈ ആണ്, പക്ഷെ വെള്ളമില്ല. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ അങ്ങേ വർഷം ഈ ചെന്നൈ സിറ്റിക്കകത്ത് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അതാ പറഞ്ഞത്, എങ്ങനെ എത്തിച്ചു കൊടുക്കുക, അതെല്ലാം തമിഴ്നാട് ഇൻവെസ്റ്റ് ചെയ്തോളും. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പണവും കിട്ടും. നമ്മുടെ വേസ്റ്റായിട്ട് പോകുന്ന സാധനവും കൊടുത്താൽ മതി വെള്ളം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത് ഇടുക്കി ഡാമും കല്ലടയാണെങ്കിലും മലമ്പുഴ, അവിടെയുള്ള മണൽ മുഴുവൻ എടുത്തങ്ങ് മാറ്റുക, മാക്സിമം സ്റ്റോറേജിലങ്ങ് വെക്കുക, തമിഴ്നാടിന് ആവശ്യമുള്ളപ്പം വെള്ളം കൊടുക്കുക. അതിനകത്ത് ഉറപ്പായിട്ടും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും, അത് തമിഴ്നാട് വാങ്ങും, അത് കേരളത്തിന് ഉപയോഗിക്കുക, ആ സ്റ്റേറ്റ് അത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് സൊല്യൂഷൻ. ഇത് ആദ്യം മുതലേ ഇവർ ബാക്ക് ഡോറിൽ കൂടെ പറയുന്ന കാര്യമാണ്. പക്ഷെ കേരളം ഭരിച്ച പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് നിന്ന് ആരോ കളിച്ചിട്ടുണ്ട്. ഇതിൽ മലയാളിക്ക് എന്തുവാണ്, കേരളത്തിന് എന്തുവാ നഷ്ടപ്പെടുന്നത്? ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്തിനാണ് ഇത്രയും വെള്ളം ഈ കേരളത്തിൽ കൂടി ഒഴുകി എല്ലായിടത്തും വെള്ളപ്പൊക്കം ഉണ്ടാക്കി ഇത് പോകുന്നത്? അതേപോലെ അവർ അച്ചൻകോവിലാറ്, അതിനവർ അണകെട്ടാൻ തയ്യാറാണ്, ഡാമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തയ്യാറാണ്. കാരണം ആ വെള്ളവും തമിഴ്നാടിന് കൊടുക്കാൻ, അവർ ഡാം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അപ്പർ കുട്ടനാട് ലോവർ കുട്ടനാട് ഇത്രയും വെള്ളം കയറുന്നത്. അച്ചൻകോവിലാറും പെട്ടെന്ന്, കാരണം അണക്കെട്ടില്ല. ഇതാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ടത്. അതായത് മനസ്സിലാക്കുക, ഈ മുല്ലപ്പെരിയാറാണെങ്കിലും വെള്ളത്തിൻ്റെ ഇഷ്യൂ അത് തമിഴ്നാട്ടിൽ അവരുടെ ഇമോഷണൽ ഇഷ്യൂ ആണ്, അവരുടെ സർവൈവൽ ഇഷ്യൂ ആണിത്. വെള്ളമില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് കേരളം കൊടുത്തേ മതിയാവത്തുള്ളൂ. ഇനി നമ്മളതും പറഞ്ഞ് മുട്ടാൻ തട്ടിയും പറഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. ഒരു ജ്യേഷ്ഠനും അനുജനും, അതായത് ജ്യേഷ്ഠനായിട്ട് തമിഴ്നാടിനെ, അനുജനായിട്ട് കേരളത്തെ കാണുക. ഒരു ജ്യേഷ്ഠനെ എങ്ങനെയാണ് അനുജൻ സഹായിക്കുമ്പോൾ ജ്യേഷ്ഠൻ തിരിച്ച് സഹായിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ GDP ഉള്ള ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്രയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അവർ ഓഫർ ചെയ്യുന്നുണ്ട് മലയാളികൾക്ക് അവിടെ ലാൻഡ് മേടിക്കാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വേണ്ട, അവർക്ക് അവിടെ കൃഷി ചെയ്യാം. കേരളത്തിൽ ഇനി കൃഷി ചെയ്ത് പരിപാടി മുന്നോട്ട് പോകും, നടക്കുന്ന കാര്യമല്ല. കേരളത്തിൽ എത്രയോ ലാൻഡ് വെറുതെ കിടക്കുക. അപ്പോൾ അതൊക്കെ മാറി. അവിടെയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയി സൊല്യൂഷൻ കഴിയുമ്പോൾ മറ്റു പല ഡാമിൽ കിടക്കുന്ന വെള്ളവും അത് മാക്സിമമായിട്ട് യൂസ് ചെയ്യുക. ഇത് സതീശൻ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ ബാക്ക് ഡോർ ടോക്സിൽ കൂടെ സക്സസ് ആകുവാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റിനും പ്രയോജനമാണ്, വിൻ വിൻ സിറ്റുവേഷനാണ്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ വരത്തില്ല. ഇത് വളരെ കൃത്യമാണ്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ സമരവും മോങ്ങലും ഒന്നും നടത്തിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി മലയാളിക്ക് പിന്നെ തമിഴ്നാട്ടിൽ കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യണം. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക, അതാണ് എങ്ങനെ ഡീൽ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്, അതാണ് ഏറ്റവും പരമപ്രധാനം.